ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ് തയ്യാറാക്കുന്നത്. ഇഫ്താറിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ ആയാലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം ആണിത്. അധികം എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ മുട്ടയും പഴവും ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കായ്പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കായ്പോള തയ്യാറാക്കുന്നതിനായി പഴുത്ത 6 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു കായ്പോള തയ്യാറാക്കാനാണെങ്കിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി അളവെടുത്താലും മതിയാകും. നേന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞ് 4ആയി കീറി അല്പം കട്ടിയോട് കൂടി അരിഞ്ഞ് മാറ്റിവെക്കുക. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിനു ശേഷം നമുക്കിഷ്ടമുള്ളത്ര അളവിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നല്ല ഗോൾഡൻ കളറാക്കിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നേരത്തെ മുറിച്ചു വെച്ച ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മധുരത്തിനായി ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പഴം നല്ലപോലെ വാടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ 2 കായ്പോള ഉണ്ടാക്കാനാണ് 8 കോഴിമുട്ട ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 4 കോഴിമുട്ട എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് മധുരത്തിനായി ഒരു 8 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്കധികം വേണ്ട എന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറച്ചാലും മതി. അതോടൊപ്പം തന്നെ ഒരു 7-8 ഏലക്ക മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ആക്കിയതിനു ശേഷം നേരത്തെ വാട്ടി മാറ്റി വെച്ച പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ എല്ലായിടത്തും മിക്സ് ചെയ്യുക. ഇനി കായ്പോള തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കിയതിനു ശേഷം പഴത്തിൻ്റെയും മുട്ടയുടെയും മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. കായ്പോള തയ്യാറാക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു പഴയ പാനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു തട്ടിൻ്റെ മുകളിലോ വെച്ച് കുക്ക് ചെയ്യുന്നതാവും നല്ലത്. ഞാനൊരു 30-40 മിനിറ്റ് കായ്പോള ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ച കിസ്മിസും കാഷ്നട്ടും ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വളരെ ചെറിയ തീ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കായ്പോള തയ്യാറാക്കുമ്പോൾ പാത്രത്തിൻ്റെ കട്ടിക്കനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ സമയത്തിൽ മാറ്റങ്ങൾ വരാം. ഒരുപാട് കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ 40-45 മിനിറ്റ് ആവശ്യമായിട്ടുണ്ടാകും. ഇതുപോലെ പരന്ന പാത്രത്തിലാണെങ്കിൽ ഒരു 30-35-40 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.